ഇതിൽ ഇപ്പോഴും കെ സുധാകരന്റെ കാര്യത്തിലാണ് ഈ തർക്കം എന്നുള്ള നിലയിലാണ്. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ തന്നെ അതിന്റെ പരിഹാരം ചെയ്യും. നിങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്താ പറയണം, ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് എല്ലാ ദിവസവും പറയും. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളോട് എന്തിനാ ചോദിക്കണം? അത് എം പിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നത് എത്ര പ്രാവശ്യം അല്ല കേക്ക്. അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. അല്ലല്ല, അതൊക്കെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനം. ഞങ്ങളത് അവരാ എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. UDF എന്താണ് കണ്ണൂരിലെ കാര്യം? ഇത് എം പിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ചോദിക്കല്ലേ? VD സതീശനാണോ എം പിമാർ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? ആണോ? KPCC പ്രസിഡന്റാണോ തീരുമാനിക്കുന്നത്? എം പിമാർ ഉന്നതരായ നേതാക്കളാണ്. അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ ഞാൻ അല്ല, നിങ്ങൾ എനിക്ക് ഒരു ചോദ്യവും അതിന് ഉത്തരം പറയാൻ പ്രാപ്തനായ ആളല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല. ദയവ് ചെയ്ത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അതിന് പ്രാപ്തനായ ആളല്ല. ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാലോ. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഉറപ്പായിട്ടുണ്ടാവില്ലേ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ. മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ UDF വലിയ ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വൈകിയപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം കൊണ്ടല്ല വൈകിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. എന്നിട്ട് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയെന്ന്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേര് കോൺഗ്രസിൽ തർക്കം അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നു എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്? നിങ്ങളെല്ലാവരും അല്ല, കുറേ പേരെങ്കിലും അത് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ കലാപം നടക്കുന്നത് എവിടെയാണ്? ഒരു കാലത്തും നടക്കാത്ത കലാപം CPM നടക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് നിങ്ങളിൽ കുറച്ച് പേര് കോൺഗ്രസിന് എതിരാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഓരോ കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ആകാശത്ത് പടച്ചുണ്ടാക്കി 2-3 ചാനലുകൾ കൈരളി നമുക്ക് മനസ്സിലാക്കുക CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്. അവർക്ക് അതേ പറ്റുള്ളൂ. അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളാകല്ലേ എല്ലാവരും അങ്ങനെ ആകല്ലേ? നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപസമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല? ഇനി കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങളെടുത്തോ. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അതിൽ മുതിർന്ന ആളുകളിലൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനമല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക. പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്തായിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നോ? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് കേക്ക് പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് VD സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളൊരു സമന്വയത്തിലെത്തും. അങ്ങനെയാണ്. അല്ലാതെ അയാളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥി, ഇയാളുടെ മകനോടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുന്ന പാർട്ടിയല്ല. എന്നിട്ട് പോലും എത്ര ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യം എത്ര ഭംഗിയായിട്ട് നടക്കുന്നൊരു പാർട്ടിയാണ്. നിങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് നടക്കുന്ന ഏകാധിപത്യപരമായ സ്വഭാവത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനെതിരായിട്ടുള്ള കലാപസമാനമായ അന്തരീക്ഷത്തെ നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF ആണ്. ടീം UDF. ഒരു അലോസരം ചർച്ചയ്ക്കിടയിലുണ്ടായോ? സീറ്റ് വിഭജനത്തിൻ്റെ ഇടയിൽ UDFൻ്റെ ഇടയിൽ ഒരു അലോസരം ഉണ്ടായോ? നിങ്ങൾ എന്തെല്ലാം വാർത്ത എഴുതി? ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും.
നിങ്ങൾ പറഞ്ഞില്ലേ, പലരും വാർത്ത കൊടുത്തില്ലേ, ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും, UDF വന്നാൽ ലീഗിന് അപ്രമാദിത്വം, ലീഗ് 5 സീറ്റ് കൂടുതൽ, ലീഗ് 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല, 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല. കോൺഗ്രസിനാണ് ഇപ്പോൾ 2 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഈ മുന്നണി ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തൽക്കാലത്തേക്കാണെങ്കിലും അവർ 2 സീറ്റ് വിട്ടു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബലം പ്രയോഗിച്ചെടുത്തൊന്നുമല്ല, 2 സീറ്റ് അവർ വിട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിന്. ഒരു അലോസരം നിങ്ങൾ എവിടെയെങ്കിലും UDFലെ ഒരു ഘടകകക്ഷി എവിടെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? LDFൽ എത്ര വന്നു? UDF ടീം UDF എന്ന് പറഞ്ഞാൽ ടീം UDF. ഇനി 2 കോൺഗ്രസ്സിൽ ഞാൻ അഭിമാനത്തോടെ ഞാൻ KPCC പ്രസിഡന്റിനെയും ദേശീയ നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ഒരു കാലത്തും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്, ഞങ്ങൾ അഭിമാനമാണ്, അവരാണ് ഞങ്ങളുടെ അസറ്റ് ഉള്ള പാർട്ടിയാണ്. അതിന് ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത്ര ഒരു അലോസരം പോലും ഉണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ, ഇപ്പോൾ ഒറ്റ വിഷയമാണല്ലോ, അത് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ അതിൻ്റെ അകത്തൊരു ഫൈനാലിറ്റി വന്നു.